അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. നിന്റെ ഉപ്പ എഴുന്നേറ്റ് വരും. യേശു നിന്റെ ഉപ്പ എഴുന്നേൽപ്പിക്കും. നിന്റെ ലൈഫിൽ ഒരു കറക്കമുണ്ട്. ആ താമസിക്കുന്ന വീടില്ലേ, അവിടെ ഒരു പ്രതിസന്ധി ഉണ്ട്. നിനക്ക് വേണ്ടി കരയുന്ന ഒരാള് നിന്റെ വീട്ടിലുണ്ട്. ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ നിന്റെ ലൈഫിനെ ദൈവം മാറ്റിക്കളയാൻ വേണ്ടി പോവാ. എന്റെ അമ്മ ഭയങ്കര സങ്കടത്തിലാണ്, ഭയങ്കര സങ്കടം. ആൾക്ക് നിന്നെ എവിടെയും ഒന്ന് രക്ഷപ്പെടും. നീ യേശുവിന്റെ ആളാവും, യേശുവിന്റെ ആളാവും. ഞാൻ കാണുന്ന എന്നാന്നറിയാം, നീ എന്നെ പോലെ ബൈബിളും പിടിച്ചുകൊണ്ട് രാജ്യങ്ങളിൽ യേശുവിനെ ഉയർത്തും. വവാസ്, ആ വാ. എത്ര നാളുകൊണ്ട് മുടി വളർത്തുന്നുണ്ട്? കുറേ നാളായി. എന്തിനാ വളർത്തുന്നേ? ഇഷ്ടത്തിന് വേണ്ടി വളർത്തുക. എന്നാലും നീ ആള് മാറും. ഇന്ന് ഇവിടെ വെച്ച് നിന്റെ ലൈഫിൽ ഒരു കറക്കമുണ്ട്. ആ താമസിക്കുന്ന വീടില്ലേ, അവിടെ ഒരു പ്രതിസന്ധി ഉണ്ട്. നിനക്ക് വേണ്ടി കരയുന്ന ഒരാള് നിന്റെ വീട്ടിലുണ്ട്. ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ നിന്റെ ലൈഫിനെ ദൈവം മാറ്റിക്കളയാൻ വേണ്ടി പോവാ. സഭയൊന്ന് കൈയടിക്കാൻ പറ്റുന്ന എല്ലാ ആളുകളും യേശുവേ എന്നൊന്ന് വിളിച്ച് കർത്താവിന് ഒന്ന് നന്ദി പറയാൻ പറ്റുന്ന സകല ആളുകളും യേശുവേ എന്നൊന്ന് വിളിച്ച ദൈവത്തിന് 2-3 മിനിറ്റ് ഒന്ന് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചേ. എവിടെ വീട്? മണ്ണാർക്കാട്. പേര് പറഞ്ഞേ, വവാസ്. നിങ്ങൾ ഈ പേര് കേട്ടിട്ടുണ്ടോ? വവാസ്. നമ്മൾ പത്രത്തിൽ വവാസ് എന്നൊരു പേര് വായിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വവാസ. ഉപ്പയുടെ പേരെന്തോ? അബൂബേക്കർ. മോനെ, ഇന്ന് രാവിലെ നിന്റെ ഉപ്പ എഴുന്നേറ്റ് വരും. യേശു നിന്റെ ഉപ്പ എഴുന്നേൽപ്പിക്കും. നിന്റെ അമ്മ ഭയങ്കര സങ്കടത്തിലാണ്, ഭയങ്കര സങ്കടം. ശരിക്കും ആൾക്ക് നിന്നെ എവിടെയും ഒന്ന് രക്ഷപ്പെടും. നീ ആണും പെണ്ണുമായിട്ട് നീയേ ഉള്ളൂ. എടാ, ഞാൻ നിന്നോട് പറയട്ടെ, നീ യേശുവിൻ്റെ ആളാവും, യേശുവിൻ്റെ ആളാവും. ഞാൻ കാണുന്ന എന്നാന്നറിയാം, നീ എന്നെ പോലെ ബൈബിളും പിടിച്ചുകൊണ്ട് രാജ്യങ്ങളിൽ യേശുവിനെ ഉയർത്തും. ഞാൻ അങ്ങനെ ഒരു വെളിപ്പാട് കാണുക. പിന്നെ ഇന്ന് പോയിട്ട് തലമുടി വെട്ടണം. വിട്ടോ? ചുമ്മാ പറയണം. ചുമ്മാ വെട്ടും. വെട്ടിയിട്ട് എനിക്ക് ഫോട്ടോ ഇട്ട് തരണം. വെട്ടുമല്ലോ. എൻ്റെ നമ്പർ വാങ്ങിച്ചിട്ട് ഫോട്ടോ ഇട്ട് തരണം. വലിക്കരുത്. നിർത്തിയോ? ഇനി വേണ്ട. ഇല്ല, നിർത്തി. ആ പെണ്ണ് പോട്ടെ, പോട്ടെ. കുഴപ്പമുണ്ടോ? ഇല്ല. ഇവിടെ ഒരു പയ്യനുണ്ടായിരുന്നു. അവനോട് ഞാൻ പറഞ്ഞു, അവർ തമ്മിൽ തിക്ക് പ്രണയത്തിലാണ്. ഞാൻ കണ്ടപ്പോൾ അവനോട് പറഞ്ഞു, ഇന്നേക്ക് 6 മാസം കഴിയുമ്പോൾ അവൾ നിന്നെ ഇട്ടിട്ട് പോകും. എന്നാൽ അവൻ എന്നോട് പറഞ്ഞു, ഇനി അച്ഛനല്ല ദൈവം തമ്പുരാൻ പറഞ്ഞാലും അവൾ ഇട്ടിട്ട് പോകത്തില്ല. കറക്റ്റ് 6 മാസം ആവുന്നതിന് 1 ദിവസം മുമ്പ് അവൾ ഇട്ടിട്ട് പോയി. ഞാൻ പറഞ്ഞു, അങ്ങനെ സംഭവിക്കുമെന്നാ. നിനക്ക് യേശുവിനെ ഇഷ്ടമല്ലയോ? ഇഷ്ടം ആണ്. ഇവൻ യേശുവിൻ്റെ ആളാവും. ശരിക്കും ഞാൻ ഈ കൊച്ചിനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എന്നോട് ദൈവം പറഞ്ഞ, മോനെ, നിന്റെ വീടിൻ്റെ കഷ്ടപ്പാടൊക്കെ മാറും. നിനക്ക് സ്വന്തമായിട്ട് വീട് ദൈവം തരും. നിന്റെ ആ വീട്ടിൽ ഞാൻ വരും. നിന്റെ ഉപ്പ അന്നേരം എഴുന്നേറ്റ് വരും. നിന്റെ ഉപ്പ പണിക്ക് പോയിട്ട് എത്ര വർഷമായി? 2 വർഷമായി. ഈ വീട് പുലർത്തുന്ന അമ്മയാ. ശരിക്കും അമ്മയ്ക്ക് ഒറ്റ സ്വപ്നമേ ഉള്ളൂ, നീ പഠിച്ച് നിനക്കൊരു ജോലി കിട്ടണം. ഞാനത് പറയാൻ പോവാ. ഉമ്മയെ കൊണ്ട് കാണിക്കണം. ഉമ്മയോട് പറയണം, ആദ്യമായിട്ട് കണ്ട ഒരു പാസ്റ്റർ എന്നോട് ഇങ്ങനെ പറഞ്ഞെന്ന് പറയണം. കേട്ടോ, നിന്റെ വീട് യേശുവിനറിയാം, നിന്റെ കുടുംബം യേശുവിനറിയാം, നിന്റെ ജീവിതം യേശുവിനറിയാം. നിങ്ങളൊന്ന് കൈയടിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ആളുകളും കൂടെ യേശുവേ എന്നൊന്ന് വിളിച്ച്. എല്ലാ നാമത്തിനും മേലായ നാമമാണ് യേശു എന്ന നാമം. എല്ലാ നാമത്തിനും മേലായ നാമമാണ്. മോനെ, എനിക്ക് ശരിക്കും ഈ കുഞ്ഞുങ്ങളെ കാണുമ്പം ശരിക്കും ഞാൻ യേശുവിൻ്റെ മനസ്സോടാണ് നിൽക്കുന്നത്.
നിന്നോട് യേശു മിണ്ടിയില്ലയോ? ഇതിൽ കൂടുതൽ എന്നാ വേണം? യേശുവിനെ സ്നേഹിക്കുക. നീ ഒന്ന് ആലോചിച്ച്, നിന്റെ ഉപ്പായിക്ക് വയ്യാന്ന് എനിക്കറിയത്തില്ല, നിനക്ക് വീടില്ലെന്ന് എനിക്കറിയത്തില്ല, നിനക്ക് ഒരു പ്രേമം ഉണ്ടെന്നും എനിക്കറിയത്തില്ല, നീ വലിക്കുമെന്നും എനിക്കറിയത്തില്ല. അറിയാം? ഇല്ല. ഇതെല്ലാം അറിയാവുന്ന ഒരാൾ ഈ യോഗത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ശരിക്കും നിന്നോട് പറയുക, നീ ഇപ്പോൾ തൽക്കാലമായിട്ടൊരു ജോലി ചെയ്യും. ഈ ഷിപ്പയിൽ എത്ര നാൾ ജോലിക്ക് പോയി? 1.5 വർഷം. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. കഷ്ടപ്പാട്. അയ്യം വിളിച്ചു പോയി അവിടെ എന്നിട്ട്. ശരിക്കും ഞാൻ കാണുക ഇങ്ങനൊക്കെ, കേട്ടോ. എടാ, നീ എന്നാ ചെയ്താലും നീ സുവിശേഷകനാവും. നിനക്ക് ബൈബിളുണ്ടോ? ഉണ്ട്. എൻ്റെ വകയായിട്ട് നിനക്കൊരു ബൈബിൾ തരും, അത് വായിച്ചോണം. അവിടുന്ന് ഒരു ബൈബിൾ അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ. ദാണ്ട ഈ നിങ്ങൾ നോക്കിയേ, 2 സുന്ദരൻ കുട്ടികൾ. അവർ ലൈഫിൽ ആദ്യമായിട്ട് എന്നെ കാണുക, അവരുടെ ജീവിതമൊക്കെ മാറുക. എടാ മോനെ, നിങ്ങളോട് 2 പേരോട് ഞാൻ നിർത്തി പറയുക, നിന്നെപ്പോലൊരു ബാല്യമായിരുന്നു ഇവൻ്റെ. മോനെ, യേശുവിന് വേണ്ടി നിൽക്കണം. ഒരു ലഹരി ഉപയോഗിക്കരുത്. എത്ര വയസ്സുണ്ട്? 21. കുഞ്ഞു പയ്യനാ, ഒരു കുഴപ്പമില്ല. ഒന്ന് മുട്ടയിരുന്നേ, മുഴങ്കാലിരുന്നേ, നീ ഇവിടെ ഇരുന്നേ. ആ ശരി, എല്ലാവരും ഒന്ന് കൈ നീട്ടി പിടിച്ച് ഒന്ന് പ്രാർത്ഥിച്ചേ. എനിക്ക് ഇതിൽ കൂടുതൽ വലിയ സന്തോഷം ഇല്ല കേട്ടോ. നിങ്ങളെല്ലാവരും കൂടെ ആ കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും വേണ്ടി ആ 2 കരങ്ങളും നിങ്ങൾ അവർക്ക് നേരെ ഒന്ന് നീട്ടിപ്പിടിച്ചേ. പ്രിയരെ, വവാസും അഭിനവനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. കർത്താവേ, ഈ യൗവനക്കാര് കുഞ്ഞുങ്ങളെ ദൈവം എൻ്റെ കൈ കൊണ്ട് തന്നതിന് സ്തോത്രം. കർത്താവ്, ഈ പട്ടണത്തിൽ അവർ ജ്യോതിസുകളെ പോലെ ശോഭിക്കണം. അവർ ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കണം. അവർ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടണം. ഒരു ലഹരി ഉപയോഗിക്കാൻ ഇവരെ ദൈവം അനുവദിക്കരുത്. ഇവർ യേശുവിൻ്റെ ആളുകളായി മാറട്ടെ, യേശുവിൻ്റെ വക്താക്കളായി മാറട്ടെ, യേശുവിൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കട്ടെ. അത്ഭുതങ്ങളെ ദൈവം ചെയ്യും, യേശുവിൻ നാമത്തിൽ തന്നെ.